ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനു. നമ്മൾ ഇന്ന് റിഡക്സിൽ പുതിയൊരു ലൈബ്രറിയും കൂടെ നോക്കാൻ പോവുകയാണ്, റിഡക്സ് ടൂൾ കിറ്റ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കോർ റിഡക്സ് ആയിരുന്നല്ലേ നോക്കിയത്. ഇതാണ് റിഡക്സ്. റിഡക്സിന്റെ ബേസിക് കോൺഫിഗറേഷൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു, കോർ കോൺസെപ്റ്റ്. അപ്പൊ ഞാൻ സ്റ്റോർ ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ക്രിയേറ്റ് സ്റ്റോർ എന്നുള്ളത് ഒരു ട്രഡീഷണൽ മെത്തേഡാണ്. അത് ഓൾറെഡി ഡെപ്രിക്കേറ്റഡ് ആയി കഴിഞ്ഞു. അതിന് പകരം റിഡക്സ് ടൂൾ കിറ്റ് ആണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത് എന്നല്ലേ. അപ്പൊ എന്താണ് ഈ റിഡക്സ് ടൂൾ കിറ്റ്, എന്തുകൊണ്ടാണ് റിഡക്സ് ടൂൾ കിറ്റ് യൂസ് ചെയ്യണം എന്ന് പറയുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ചെറിയ വീഡിയോ ആണ്, അതിന്റെ ഇൻട്രൊഡക്ഷനും ഇൻസ്റ്റാളേഷനും മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നുള്ളൂ കേട്ടോ. റിഡക്സിന്റെ ടീം 2019 ഈ ടൂൾ കിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതൊരു ഇൻഡിപെൻഡന്റ് ലൈബ്രറിയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ലൈബ്രറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോർ റിഡക്സിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ബോയിലർ പ്ലേറ്റ് കോഡ്, കോംപ്ലക്സ് കോൺഫിഗറേഷൻ, ഇമ്മ്യൂട്ടബിലിറ്റി മാനേജ്മെന്റ്. അപ്പോൾ എന്താണ് ഈ ബോയിലർ പ്ലേറ്റ് കോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ലാസ്റ്റ് വീഡിയോയുടെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇവിടെ നമ്മൾ ആക്ഷനും റെഡ്യൂസേഴ്സും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. സെപ്പറേറ്റ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആക്ഷൻ ക്രിയേറ്റർ ആക്ഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. റെഡ്യൂസർ ഇനിഷ്യൽ സ്റ്റേറ്റും റെഡ്യൂസറും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. കോഡ് റിപ്പീറ്റേഷൻ ആണ് ആക്ച്വലി ബോയിലർ പ്ലേറ്റ് കോഡ് എന്ന് പറയുന്നത്. ഇനി ടൂൾ കിറ്റിലേക്ക് വരുമ്പം ഈ കോഡ് റിപ്പീറ്റേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റിഡക്സ് ടൂൾ കിറ്റ് ഈ സ്റ്റേറ്റ് ഇനിഷ്യൽ സ്റ്റേറ്റിനെയും റെഡ്യൂസറിനെയും ആക്ഷനെയും കൂടെ ഒരു സിംഗിൾ ഫയലിൽ മാനേജ് ചെയ്യുന്നുണ്ട്. അത് അതിന്റെ ക്രിയേറ്റ് സ്ലൈസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. ഇത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇംപ്ലിമെന്റ് ചെയ്യും കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ക്രിയേറ്റ് സ്ലൈസ്. അതുപോലെ ഇതിന്റെ കോംപ്ലക്സ് കോൺഫിഗറേഷൻ, അതാണ് നമ്മൾ ഈ സ്റ്റോറിലേക്ക് വരേണ്ടത്. ഡെപ്രിക്കേറ്റ് ആയ ഈ ക്രിയേറ്റ് സ്റ്റോർ ഫംഗ്ഷന് പകരം ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് കോൺഫിഗർ സ്റ്റോർ ഫംഗ്ഷൻ. അപ്പൊ എന്താണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോൺഫിഗറേഷനെ സിംപ്ലിഫൈ ചെയ്യും. അതായത് ഇതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് മിഡിൽ വെയർസ്, ഫോർ എക്സാമ്പിൾ റിഡക്സ് തങ്ക് എന്ന് കേട്ടിട്ടുണ്ടോ, അതുപോലെ റിഡക്സിന്റെ ഡെവ് ടൂൾസിനെ ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യും. ഇനി മിഡിൽ വെയർ എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിലും കുഴപ്പമില്ല, നെക്സ്റ്റ് വീഡിയോസിൽ നമ്മൾ ഓരോ ടോപ്പിക്കും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും കേട്ടോ. ഇതിന്റെ കോംപ്ലക്സിറ്റി സിംപ്ലിഫൈ ചെയ്തു. ഇത് കൂടാതെ ടൈപ്പ് സ്ക്രിപ്റ്റിന്റെ സപ്പോർട്ടൊക്കെ കുറച്ചും കൂടെ ഇംപ്രൂവ് ആയിട്ടുണ്ട് റിഡക്സ് ടൂൾ കിറ്റിൽ. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കും. അപ്പൊ ഈ റീസൺ കൊണ്ടൊക്കെയാണ് റിഡക്സ് ടൂൾ കിറ്റ് ഇപ്പൊ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ഈ ക്രിയേറ്റ് കോൺഫിഗറും ക്രിയേറ്റ് സ്ലൈസും ഒക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇതിനെ ഇൻസ്റ്റാളേഷൻ എങ്ങനെയാ നോക്കാം. ഇത് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ നോഡ് ജെഎസും npm മസ്റ്റ് ആയിട്ട് ഉണ്ടാവണം. നിങ്ങൾക്ക് നോഡ് ജെഎസ് ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയില്ലെങ്കിൽ നമ്മുടെ ജാവാസ്ക്രിപ്റ്റിന്റെ ട്യൂട്ടോറിയലിൽ എങ്ങനെയാണ് നോഡ് ജെഎസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് അവിടെ npm ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രോസസ്സ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് രണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. പിന്നെ റിഡക്സും റിയാക്ട് റിഡക്സും പ്രീവിയസ് വീഡിയോയിൽ ഇൻസ്റ്റാളേഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ടൂൾ കിറ്റ് മാത്രം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അതിന് npm സ്പേസ് ഇൻസ്റ്റാൾ സ്പേസ് റിഡക്സ് js ടൂൾ കിറ്റ് എന്ന് കൊടുത്താൽ മതി. ഇവിടെ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇൻസ്റ്റാളേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പാക്കേജ് JSON ഫയൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ JSON ഫയൽ നോക്കിയാൽ കാണാം ഇവിടെ ടൂൾ കിറ്റ് 2.2.5 ലേറ്റസ്റ്റ് വേർഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ടൂൾ കിറ്റിന്റെ ഓരോ ഫംഗ്ഷൻസും അതുപോലെ മിഡിൽ വെയർസും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്